ജോയ്സ് മേയർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം സംപ്രേഷണം ചെയ്യാൻ സാധ്യമാക്കിയത്. നിങ്ങൾ ദൈവം പറയുന്നത് കേൾക്കാൻ ആരംഭിക്കുമെന്ന് തീരുമാനമെടുക്കൂ. വീട്ടിൽ മുറിയിൽ കയറി കതകടച്ച് ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും അനുസരിക്കും. അങ്ങനെയാണ് ദൈവത്തെ അനുസരിക്കാൻ പഠിക്കുക. ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ചെയ്യാൻ കാരണം ദൈവത്തിന്റെ ശക്തി എന്നെ രൂപാന്തരപ്പെടുത്തിയതുകൊണ്ടാണ്. അത് അവൻ നിങ്ങൾക്കും ചെയ്യുന്നതാണ്. ദൈവവചനത്തിൽ എല്ലാത്തിനുമുള്ള താക്കോലുണ്ട്. ഞാൻ ജോയ്സ് മേയർ. ദൈവം നിങ്ങളുടെ എല്ലാ മുറിവുകളെയും സൗഖ്യമാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തെക്കുറിച്ച് രസകരമായ ഒരു കാര്യമുണ്ട്. ദൈവം നമുക്ക് മുൻപ് തന്ന ഒന്നും തിരിച്ചു കൊടുക്കാൻ ദൈവം പറയില്ല. അവൻ നമ്മെ സ്നേഹിക്കുന്നത് നാം മറ്റുള്ളവരെ സ്നേഹിക്കാൻ വേണ്ടിയാണ്. അവൻ നമ്മോട് കരുണ കാണിക്കുന്നത് നാം മറ്റുള്ളവരോട് കരുണ കാണിക്കാനാണ്. അവൻ നമ്മോട് ക്ഷമിക്കുന്നത് നാം മറ്റുള്ളവരോട് ക്ഷമിക്കാനാണ്. നാം സ്വർഗത്തിൽ ജീവിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. ആ ജീവിതം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും ദൈവത്തോടുള്ള ശരിയായ ബന്ധവും പരിശുദ്ധാത്മാവിന്റെ സമാധാനത്തിനും സന്തോഷത്തിനുമാണ്. വസ്തുക്കൾ തേടുന്നതിന് പകരം അതാണ് നാം അന്വേഷിക്കേണ്ടതെന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു. ദൈവത്തോട് നേരുള്ളവരായിരിക്കൂ. ക്രിസ്തുവിൽ നിങ്ങൾ ആരാണെന്ന് പഠിക്കൂ. ദൈവത്തോട് ശരിയായ ബന്ധമുള്ളപ്പോൾ നിങ്ങൾക്ക് സമാധാനമുണ്ടാവും. സമാധാനമുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടാവും. എന്നാൽ ആ ക്രമത്തിലാണ് ഉണ്ടാവുക. അതിനാൽ ഞാൻ ജനങ്ങളെ വിശ്വസിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. വാസ്തവത്തിൽ ചിലപ്പോൾ ഞാൻ ഒരല്പം കൂടുതലായി വിശ്വസിച്ചെന്നിരിക്കും. പക്ഷേ ആരെയും സംശയിക്കാനുള്ള ശക്തി എനിക്കൊട്ടും തന്നെ ഇല്ല. എപ്പോഴും സംശയവും തെറ്റിദ്ധാരണയും ഉണ്ടാവുന്നത് വളരെ പ്രയാസമാണ്. ഞങ്ങളുടെ കൂടെ ഒരാളുണ്ടായിരുന്നു. 20 വർഷം മുൻപ് നടന്ന ഒരു സംഭവമാണ്. പക്ഷേ അയാളെ 20 വർഷമായി ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്കായി ജോലി ചെയ്തു. ചുരുക്കി പറയാം, കാണിക്കയിൽ നിന്ന് അയാൾ കുറച്ച് പണം മോഷ്ടിച്ചു. അത് എന്നെ ശരിക്കും ഞെട്ടിച്ചു. കാരണം അതുപോലൊരു കാര്യം അയാളുടെ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഇങ്ങനെയാണ് തോന്നിയത്: ഞാനിനി ആരെയും വിശ്വസിക്കില്ല. അത് സാത്താൻ്റെ ചിന്തയാണ്. ദൈവത്തിൻ്റെ ചിന്തയല്ല, സാത്താൻ്റെ ചിന്തയാണ്. ആ സന്ദർഭം സാത്താൻ പ്രയോജനപ്പെടുത്തി മനസ്സിനകത്ത് വിഷം കയറ്റും. മനസ്സിൽ വിഷം അടങ്ങിയ ചിന്തകൾ ഉണ്ടാവും. ഞാൻ ഒരിക്കലും ആരെയും വിശ്വസിക്കാൻ പോകുന്നില്ല. എന്നാൽ ഉടൻ തന്നെ ദൈവം എൻ്റെ ഹൃദയത്തിൽ തോന്നിപ്പിച്ചു, നിനക്കങ്ങനെ ജീവിക്കാനാവില്ല. ഒരാൾ ചെയ്ത കുറ്റത്തിന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ പാടില്ല. 10 പേർ ചെയ്ത കാര്യത്തിന് എല്ലാവരെയും കുറ്റപ്പെടുത്താൻ പാടുള്ളതല്ല. ഇന്ന് ജനങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഞെട്ടിപ്പിക്കുന്നവയാണ്. ക്രിസ്ത്യാനികൾ നുണ പറയുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ക്രിസ്ത്യാനികൾ നുണ പറയും. നമുക്കങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ചിന്തിക്കും, എന്നോട് നീ നുണ പറഞ്ഞോ? നിങ്ങൾ വിശ്വസിക്കുന്നവർ പുറകിൽ നിങ്ങളെപ്പറ്റി സംസാരിക്കും. നിങ്ങളുടെ രഹസ്യങ്ങൾ അവർ പുറത്താക്കും. അതിനാൽ നിങ്ങൾക്കൊരു ബാലൻസ് ഉണ്ടാവണം. ജനങ്ങൾ ഒന്നുകിൽ ഒരറ്റത്തെത്തും, അല്ലെങ്കിൽ മറ്റേ അറ്റത്തെത്തും. അവർ ഒന്നുകിൽ അളവിലധികം വിശ്വസിക്കപ്പെടുമായിരിക്കും. അവർ ബുദ്ധിപരമായി യാതൊന്നും ചെയ്യുകയേയില്ല. അഥവാ അവർ ഏറ്റവും അങ്ങേയറ്റത്തേക്ക് പോകും. അവർ ആരെയും വിശ്വസിക്കില്ല. അവർക്കെല്ലാവരെയും സംശയമാണ്. ഇത്തരം സന്ദർഭങ്ങളെ എങ്ങനെയാണ് യേശു കൈകാര്യം ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. യോഹന്നാൻ 2:24-25. യേശുവോ എല്ലാവരെയും അറിയുക കൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല. ശിഷ്യന്മാരെക്കുറിച്ചാണിത്. കാരണം യേശുവിന് മനുഷ്യരെ അറിയാം. യേശു ശിഷ്യന്മാരെ വിശ്വസിച്ചില്ല എന്ന് പറയുന്നില്ല. യേശു തന്നെത്താൻ അവരെ വിശ്വസിച്ചേൽപ്പിച്ചില്ല. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? യേശു തന്നെത്താൻ
അവരെ വിശ്വസിച്ചേൽപ്പിച്ചില്ല, ഒരു രഹസ്യവും അവരോട് പറഞ്ഞിരുന്നില്ല. നാം ഒരല്പം ബുദ്ധി ഉപയോഗിക്കേണ്ടതാണ്. ഒരുപക്ഷെ നമുക്ക് ആരെയും അറിയിക്കാൻ പാടില്ലാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കേണ്ടതാണ്. ഞാൻ എല്ലാം തുറന്നു പറയുന്നത് 3 പേരോട് മാത്രമായിരിക്കും. ഇതാരോടും പറയരുത്, അവർ ആരോടും പറയില്ല. അതിനാൽ നാം ബുദ്ധി ഉപയോഗിക്കണം. ജനങ്ങൾക്ക് വിവേകമുണ്ടാവണമെന്ന് ഞാൻ ധാരാളം പ്രാർത്ഥിക്കാറുണ്ട്. വിവേകത്തിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവിന്റെ താലന്തുകളിൽ ഒന്നാണ്. എന്നാൽ അതുകൂടാതെ നമുക്ക് വിവേകം ആവശ്യമാണ്, വെറും സാധാരണ വിവേകം. അതിനാൽ നാം ആരെയും അവിശ്വസിക്കേണ്ടതില്ല. എന്നാൽ പരിചയപ്പെടുന്ന എല്ലാവരോടും ഹൃദയം തുറന്ന് സംസാരിക്കേണ്ട ആവശ്യവുമില്ല. എന്നിട്ട് സ്വയം വേദന വിളിച്ചു വരുത്തരുത്. അതിനാൽ നാം ദൈവത്തിൽ വിശ്വാസമർപ്പിക്കണം. ജനങ്ങളുമായി നമുക്ക് മാന്യമായ ബന്ധമുണ്ടാവണം. ആരെയും നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആരോടും നല്ലൊരു ബന്ധം സ്ഥാപിക്കാനാവില്ല. നന്ദിയുള്ള മനോഭാവത്തെക്കുറിച്ച് നമുക്ക് അല്പം സംസാരിക്കാം. നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്ന എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിന് കൂടുതൽ നന്ദിയുള്ളവരായിരിക്കൂ. സങ്കീർത്തനം 100 എനിക്ക് ഇഷ്ടമാണ്. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. നാം ഇങ്ങനെ വിചാരിക്കും, ഞാൻ എന്നും നന്ദിയുള്ളവനാണ്. എന്നാൽ അത് നിങ്ങൾ പറയുന്നുണ്ടോ? യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹമാക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എന്നാൽ അവരോട് നന്ദി എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് എത്ര കാലമായി? പരാതി പറയാൻ നാം എപ്പോഴും മുന്നിലായിരിക്കും, പക്ഷേ നന്ദി പറയാൻ മുന്നിലാണോ? ഞാൻ നിങ്ങളെ പ്രശംസിക്കുന്നു. ഇത് വിവാഹബന്ധത്തിൽ കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ വിവാഹമോചനങ്ങൾ എത്രയോ കുറയുമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മോട് നന്നായി പെരുമാറുന്ന ആരെയെങ്കിലും നിങ്ങൾ നിസ്സാരമായി കരുതാറുണ്ടോ? നാം ദൈവത്തോട് നന്ദിയുള്ളവരാണെന്നത് ഉറപ്പാക്കണം. 10 കുഷ്ഠരോഗികളെ ഓർമ്മയുണ്ടോ? 10 പേർ സുഖം പ്രാപിച്ചു, ഒരാൾ മാത്രം നന്ദി പറയാൻ തിരിച്ചു വന്നു. യേശു ചോദിച്ചു, ഇത് സങ്കടകരമാണ്. യേശു ചോദിച്ചു, ബാക്കി 9 പേരെവിടെ? ഇത് ശോചനീയമാണല്ലേ? ഞാൻ 10 പേരെ സൗഖ്യമാക്കി, ബാക്കി 9 പേരെവിടെ? നമ്മുടെ പരാതികൾക്ക് ഒരിക്കലും കൃതജ്ഞതയേക്കാൾ തൂക്കം കൂടരുത്. ബൈബിളിൽ നന്ദിയുടെ കാണിക്കയെപ്പറ്റി പറയുന്നുണ്ട്. എന്നെങ്കിലും ഒരിക്കൽ അത് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. ഒരു കാണിക്ക കൊടുക്കൂ, ഒരു പ്രത്യേക കാണിക്ക. എന്നിട്ട് പറയൂ, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ അങ്ങ് എനിക്ക് വേണ്ടി ചെയ്ത എല്ലാറ്റിനും നന്ദി പറയുന്നു. ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യണമെന്ന് വിചാരിക്കുന്നതിലും അധികം അവൻ ചെയ്തവയ്ക്ക് നന്ദി പറയുമ്പോൾ അതെന്തൊരു സന്തോഷമായിരിക്കും. അതുകൊണ്ട് നന്ദിയുള്ള മനോഭാവം ഉണ്ടാവണം. നിങ്ങളുടെ ജീവിതത്തെ സന്തോഷവും സുഖകരവുമാക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ജീവിതം നിങ്ങളാണ് ഉണ്ടാക്കുന്നത്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ദൈവത്തെ വിശ്വസിക്കൂ. ജനങ്ങളെക്കുറിച്ച് സംശയത്തിൻ്റെ മനോഭാവം ഉണ്ടാവരുത്. നിങ്ങൾ അവരെ വിശ്വസിക്കുന്നില്ലെങ്കിൽ അവർ അതിനൊരു കാരണം ഉണ്ടാക്കുന്നതുവരെ കാത്തിരിക്കൂ. എന്നാലും പലപ്പോഴും അവരോട് ക്ഷമിക്കാൻ ദൈവം നിങ്ങളോട് പറയും. എന്നിട്ട് നന്ദിയുള്ള മനോഭാവം ഉണ്ടാക്കേണ്ടതാണ്. ഒരിക്കൽ ദൈവം എന്നോട് പറഞ്ഞത് എന്താണെന്നോ, ഞാൻ എന്തിനെക്കുറിച്ചോ പരാതി പറഞ്ഞു. പ്രാർത്ഥനയിൽ പരാതിയുണ്ടായിരുന്നു. നാം അങ്ങനെ ചെയ്യാറുണ്ട്, ശരിയല്ലേ? ഇവിടെ നിങ്ങൾ ഇതിനെക്കുറിച്ച് പ്രാർത്ഥിക്കും, ഇവിടെ നിങ്ങൾ ഇതിനെക്കുറിച്ച് പരാതി പറയും. ദൈവം പറഞ്ഞു, നിനക്കുള്ളതിനെക്കുറിച്ച് പരാതി പറയുമ്പോൾ ഞാൻ എന്തിന് നിനക്ക് ഇനിയും കൂടുതൽ തരണം? നിങ്ങൾക്കറിയാമോ, പരാതി നാം വിചാരിക്കുന്നതിനേക്കാൾ വലിയൊരു പ്രശ്നമാണ്. വാസ്തവത്തിൽ അത് പാപമാണ്. ഇസ്രായേലിയർ എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടേയിരുന്നു. യഹോവ കൂടാരത്തിലേക്ക് സർപ്പങ്ങളെ അയച്ചു. 23,000 പേർ ഒരു ദിവസം തന്നെ മരിച്ചു. ഞാൻ പുതിയ നിയമത്തിൽ ജീവിക്കുന്നതിൽ സന്തോഷിക്കുന്നു.
എന്നാൽ പഴയ നിയമത്തിലെ ആ വചനം പുതിയ നിയമത്തിൽ 1 കൊരിന്ത്യരിൽ ഉണ്ട്. അതിൽ പറയുന്നു, അവർ ചെയ്ത അതേ തെറ്റ് നാം ചെയ്യാതിരിക്കാനായി ഇത് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പരാതി പറയരുത്. ദൈവത്തിനെതിരായി എന്ന് പറയുന്നു. ഞാൻ ദൈവത്തിനെതിരായി പരാതി പറയുന്നില്ല. ഇല്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ അധികാരം എനിക്കുണ്ടെങ്കിൽ നിങ്ങൾ പരാതി പറഞ്ഞാൽ ദൈവത്തോട് എനിക്ക് സംതൃപ്തിയില്ല എന്നാണ് പറയുന്നത്. ഒരു ദിവസം മുഴുവനും പരാതി പറയാതെ ഇരുന്നാൽ അത് ചെറിയൊരു അത്ഭുതമാണെന്നറിയാമോ? അല്ല, വലിയൊരു അത്ഭുതമായിരിക്കും. ഇനി ഞാൻ നിങ്ങളോട് വിശ്വാസത്തിന്റെ മനോഭാവത്തെക്കുറിച്ച് പറയാം. ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. വിശ്വാസമില്ലെങ്കിലും നിങ്ങൾക്ക് വിശ്വാസമുള്ളവരാകാൻ കഴിയും. അതെ, നിങ്ങൾ ആരാണെന്നതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നത് വേർതിരിക്കാൻ പഠിക്കണം. എന്റെ പ്രത്യാശ ക്രിസ്തുവിലാകുന്നു, അവൻ പാറ പോലെ ഉറപ്പുള്ളവനാകുന്നു. ആമേൻ. അവൻ എന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് പറയുന്നു. ഞാൻ വിശ്വാസത്തോടെ ഇറങ്ങി ക്രിസ്തു എന്നോട് ചെയ്യാൻ പറഞ്ഞത് ചെയ്താൽ അവൻ എപ്പോഴും എന്നോടൊത്തുണ്ടാവും. യഹോവ മോശയോട് പറഞ്ഞു, നീ പോ, ഞാൻ നിന്റെ വായിലുണ്ടാവും. എന്റെ വായിൽ ക്രിസ്തു ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മെ സഹായിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് അവനിൽ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതിയാകും. എന്നിട്ട് തീരുമാനമെടുക്കൂ, ഞാൻ വിശ്വാസത്തോടെ ഇരിക്കും, ഞാൻ തല ഉയർത്തിപ്പിടിക്കും, ദൈവം എന്നെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കും. എനിക്ക് എന്ത് തോന്നുന്നു, എന്ത് ചിന്തിക്കുന്നു എന്നത് പ്രകാരമോ ജനങ്ങൾ പറയുന്നത് പ്രകാരമോ നടക്കില്ല. നിങ്ങളുടെ പ്രത്യാശ ഏതിലാണ്? നിങ്ങളുടെ രൂപഭാവത്തിലാണോ? എത്ര പണമുണ്ടെന്നതിലാണോ? ഉദ്യോഗ പദവിയിലാണോ? ഏത് ചുറ്റുപാടിലാണ് വസിക്കുന്നത് എന്നതിലാണോ? ആരാണ് സുഹൃത്തുക്കൾ എന്നതിലാണോ? പ്രധാനപ്പെട്ടവരാണെന്ന് നിങ്ങൾ കരുതുന്നവരുമായി സൗഹൃദത്തിലായാൽ പ്രാധാന്യമുണ്ടാകുമെന്നാണോ? അതോ ബൈബിളിൽ പറയുന്നത് പോലെ താണ നിലയിലുള്ളവരെ നോക്കുമോ? ഫിലിപ്പിയർ 3:3 നാമല്ലോ, അതായത് ക്രിസ്ത്യാനികൾ, യഥാർത്ഥ പരിച്ഛേദനക്കാർ, ആത്മാവ് കൊണ്ടും ഹൃദയം കൊണ്ടും ദൈവത്തെ ആരാധിക്കുകയും യേശുക്രിസ്തുവിൽ നമ്മെ തന്നെ ഉയർത്തുകയും നമ്മെക്കുറിച്ച് പ്രശംസിക്കുകയും ജഡത്തിൽ ആരാണ് നാം എന്നതിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിക്കുവാൻ വകയുണ്ട്. ഇവിടെ പറയുന്നു, നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ നിലയിൽ ആശ്രയിക്കരുത്, നമുക്ക് ആരെ അറിയാം എന്നതിൽ ആശ്രയിക്കരുത്, എന്ത് ധരിക്കുന്നു, കാഴ്ചയ്ക്ക് എങ്ങനെയുണ്ട് എന്നതൊന്നുമല്ല. നമ്മുടെ പ്രത്യാശ ക്രിസ്തുവിങ്കലത്രേ, ക്രിസ്തുവിൽ മാത്രം. അതായത് ലോകത്തിലുള്ളതും ലോകത്തിലുള്ള ഓരോ മനുഷ്യരും ഇടറിക്കൊണ്ടേയിരിക്കും. അവരെല്ലാം മാറും, ജനങ്ങൾ മാറും. പക്ഷേ ദൈവം ഒരിക്കലും മാറില്ല. അവൻ ഒരിക്കലും ഇളകാത്ത പാറയാണ്. ആമേൻ. പ്രത്യാശയോടെ ഇരിക്കണമെങ്കിൽ നമുക്ക് എന്ത് തോന്നുന്നു എന്നതനുസരിച്ച് ജീവിക്കരുത്. ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല, അവൻ സ്നേഹിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ ചെയ്ത പ്രാർത്ഥന ഒട്ടും ശരിയായില്ല. നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ അവനത് നന്മയുള്ളതാക്കും. ആമേൻ. എനിക്ക് തോന്നുന്നില്ല, എനിക്ക് തോന്നുന്നില്ല, എനിക്ക് തോന്നുന്നില്ല, എനിക്ക് തോന്നുന്നില്ല. അല്ല, നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്? അതാണ് പ്രധാനം. നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നതല്ല പ്രധാനം. തോന്നലുകൾ ഉണ്ടാവാറുണ്ട്, പക്ഷേ അതെൻ്റെ സ്വഭാവത്തെ നിയന്ത്രിക്കാൻ പാടില്ല എന്ന് നാം പഠിക്കേണ്ടതാണ്. അവിടെയാണ് നമുക്ക് താഴ്മയുടെ മനോഭാവത്തിലേക്ക് എത്തിച്ചേരാനാവുക. ദൈവത്തോട് അനുസരണമുള്ളവരാവുന്നത് തീരുമാനമല്ല. ദൈവം പറയുന്നത് ഇതാണ്: നിങ്ങൾ എന്നെ അനുസരിച്ചാൽ അനുഗ്രഹിക്കപ്പെടും, ഇല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെടില്ല. അതാണ് ദൈവം പറയുന്നത്. ഇന്ന് ജനങ്ങൾക്ക് വിചിത്രമായ ആശയങ്ങൾ ഉണ്ടാവുന്നു. കാരണം എന്താണ്? സത്യം പറഞ്ഞാൽ വളരെ ബലഹീനമായ
വേരില്ലാത്ത പ്രസംഗങ്ങളാണ്. അതെ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, അവൻ വളരെയധികം സ്നേഹിക്കുന്നു, അവൻ കൃപാകരനാണ്, നല്ലവനാണ്. പക്ഷെ ഒരു പരിധിവരെ അവൻ നമ്മുടെ അസംബന്ധങ്ങൾ ക്ഷമിക്കുകയുള്ളൂ. അത് മക്കളോട് ഞാൻ പറയുന്നത് പോലെ, അഥവാ അവരോട് ഞാൻ പെരുമാറുന്നത് പോലെ. ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാൽ നല്ലത്, പക്ഷെ കേട്ടില്ലെങ്കിൽ നിങ്ങളുടെ സുഖ സൗകര്യങ്ങളിൽ ഞാൻ കൈവയ്ക്കും. ആമേൻ. നിങ്ങൾക്കറിയാമോ, ദൈവം നമ്മോട് സദാസമയം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഒരിക്കൽ എന്നോട് എൻ്റെ മകൻ പറഞ്ഞു, അവനിപ്പോൾ ഞങ്ങളുടെ വേൾഡ് മിഷൻ്റെ ഉയർന്ന പദവിയിലാണുള്ളത്. അവന് ഉറച്ച വ്യക്തിത്വമുണ്ട്. ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കാൻ വന്നപ്പോൾ തുടക്കത്തിൽ ഞങ്ങൾക്ക് അവനെ കുറേ തിരുത്തേണ്ടി വന്നു. ഒരിക്കൽ അവൻ എന്നോട് പറഞ്ഞത്, മമ്മിക്കൊന്നറിയാമോ, മമ്മിയും ഡാഡിയും എന്നെ തിരുത്തുമ്പോഴൊക്കെ ആ കാര്യത്തിൽ എന്നെ തിരുത്താൻ ദൈവം പല പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ കേട്ടില്ല. ഇതുവരെ ഞാൻ കേട്ടില്ല. എപ്പോഴും ദൈവം നമ്മെ സ്വകാര്യമായി തിരുത്താൻ ശ്രമിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. അപ്പോൾ നാം അത് കേട്ടാൽ നമ്മെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൻ തിരുത്തില്ല. ഇതുതന്നെയാണ് മിനിസ്ട്രിയിൽ പാപത്തിൽ വീഴുന്നവരുടെയും സ്ഥിതി. അവർ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കും. അത് പത്രങ്ങളിൽ അച്ചടിച്ച് പുറത്തിറങ്ങും. ദൈവം അവരെ എത്ര പ്രാവശ്യം ഉപദേശിച്ചു നോക്കി എന്നറിയില്ല. കാരണം അങ്ങനെ ചെയ്യുന്നതും ദൈവത്തിനൊരിക്കലും ഇഷ്ടമല്ല. കാരണം അങ്ങനെ ചെയ്യുമ്പോഴെല്ലാം അത് ക്രിസ്തുവിൻ്റെ ശരീരത്തെ മുറിവേൽപ്പിക്കുന്നു. അത് ക്രിസ്തീയ മതത്തിൻ്റെ മാന്യതയ്ക്ക് കളങ്കമുണ്ടാക്കുന്നു. അതുകൊണ്ട് ദൈവത്തെ അനുസരിക്കും എന്നൊരു തീരുമാനം നിങ്ങൾ എടുക്കണം. മുറിക്കുള്ളിൽ വാതിലടച്ചിരുന്ന് ഒരു ചെറിയ കാര്യമായിരുന്നാലും ശരി, അങ്ങനെയാണ് ദൈവത്തെ അനുസരിക്കാൻ പഠിക്കുക. എന്നിട്ട് മികവുറ്റവരാകുക. ഒരിക്കലും ഏനോ താനോ എന്ന് ജോലി ചെയ്യരുത്. ആരും ശ്രദ്ധിക്കുന്നില്ലെങ്കിലും നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും മികച്ചതായി ചെയ്യുക. ആമേൻ. വാക്ക് പാലിക്കാൻ ശ്രദ്ധിക്കുക. ആരോടെങ്കിലും എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് ചെയ്യുക. ഞാൻ അടുത്ത ആഴ്ച വിളിക്കാമെന്ന് അവരെ ഒഴിവാക്കാനായി പറയരുത്. അടുത്ത ആഴ്ചയോ അടുത്ത വർഷമോ എന്തെങ്കിലും വിളിക്കാൻ ഒരുപക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ലായിരിക്കാം. ദൈവം വാക്ക് പാലിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നു, അല്ലേ? അനുസരണ മനോഭാവം ഉണ്ടാവണം. യേശുവിനെ പോലെയാകൂ. നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ, എൻ്റെ ഇഷ്ടമല്ല. അനുസരണം നമ്മുടെ ജീവിത രീതിയാവണം. യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിച്ചാൽ എന്നെ അനുസരിക്കും. നിങ്ങൾ എന്നെ അനുസരിച്ചാൽ ഞാൻ സ്നേഹിക്കുമെന്ന് യേശു പറഞ്ഞിട്ടില്ല. അവൻ നമ്മെ സ്നേഹിക്കുന്നു. അവൻ്റെ സ്നേഹം വിൽക്കാനുള്ളതല്ല. അനുസരണ കൊണ്ട് നമുക്ക് അവൻ്റെ സ്നേഹം വാങ്ങാനാവില്ല. യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിച്ചാൽ എന്നെ അനുസരിക്കും. ഇത് വളരെ സത്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ആമേൻ. നിങ്ങൾ ദൈവത്തിന് മഹത്തായ കാര്യങ്ങൾ ചെയ്താൽ ദൈവവും മഹത്തായ കാര്യങ്ങൾ ചെയ്യും. പക്ഷേ അതിന് അനുസരണം പാലിക്കേണ്ടതാണ്. ദൈവം നിങ്ങളോട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ട് അത് അനുസരിക്കാത്ത എത്ര പേരുണ്ട് ഇന്നിവിടെ എന്ന് ഞാനിപ്പോൾ ചോദിച്ചാലോ? ചിലപ്പോൾ എല്ലാ കൈകളും ഉയരും. അതിനാൽ വീട്ടിൽ ചെന്ന് അതുപ്രകാരം പ്രവർത്തിക്കൂ. ആമേൻ. അല്ല, ഞാൻ അതുപ്രകാരം ചെയ്യും. ഞാൻ അതുപ്രകാരം ചെയ്യും. ശരി, ദൈവം നിങ്ങളോട് ചോദിക്കുന്നു, എപ്പോൾ ചെയ്യും? നീട്ടിവെക്കൽ എന്നത് ഒരു മോഷ്ടാവാണെന്ന് നിങ്ങൾക്കറിയാമോ? കാരണം ഒരു കാര്യം ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് അല്പം വൈകുമെന്നേ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ നല്ല ഉദ്ദേശം അനുസരണമാവില്ല. അത് ചെയ്യുന്നതാണ് അനുസരണം.
ഒരുപക്ഷെ ആരെയെങ്കിലും വിളിച്ച് അവരോട് മാപ്പ് ചോദിക്കേണ്ടി വരും. അവർ വിളിക്കാൻ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവും. പക്ഷേ ദൈവം പറയുന്നു, നിങ്ങളെ താഴ്ത്തി സമാധാനം പാലിക്കുവിൻ. ഞാനൊന്നും മനസ്സിലാക്കി. ഞാനാണോ ശരി, ഡേവ് ആണോ ശരി എന്നതല്ല കാര്യം. എനിക്ക് സമാധാനം വേണം. ഞാൻ കുറെ കാലം മനോവിഷമത്തോടെ എൻ്റെ ജീവിതം പാഴാക്കി കളഞ്ഞു. ഇനി വിഷമിച്ച ഒരു ദിവസം പോലും കളയില്ല. ആമേൻ. ത്യാഗത്തെക്കുറിച്ച് ഞാൻ കുറച്ച് സമയം പറയാൻ പോവുകയാണ്. ഞാനൊന്നു പറയട്ടെ, നിങ്ങൾ ആരെയെങ്കിലും സ്നേഹിച്ചാലും അതിന് ത്യാഗം അനുഭവിക്കേണ്ടി വരും. ത്യാഗം ചെയ്യാതെ നല്ലൊരു വിവാഹബന്ധം ഉണ്ടാക്കാനാവില്ല. ചിലപ്പോൾ ഞാൻ ഡേവിനോട് വീണ്ടും പറയാറില്ല, അദ്ദേഹം ക്ലോസറ്റിലെ ലൈറ്റ് ഓഫ് ചെയ്ത് ത്യാഗം ചെയ്തില്ലെന്ന്. മറ്റുള്ളവരുടെ തെറ്റ് നാം എങ്ങനെയാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്നത് അത്ഭുതമാണ്. സ്നേഹം എല്ലാം മൂടുന്നു. ദൈവം ചിലപ്പോൾ പറയും, നീ അത് പറഞ്ഞു കാണിക്കണ്ട. പക്ഷെ എനിക്കത് പറയണം. ഞാൻ എന്താണ് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒരൽപ്പം താഴ്മ കാണിക്കണം. ദൈവത്തിൻ്റെ നല്ല ദാസനാകണം. അവസാനമായി സൗമ്യതയും ക്ഷമിക്കുന്ന മനോഭാവവും ഉണ്ടാവണം. സൗമ്യത ഉണ്ടാവണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു? ശരി, ബൈബിൾ പറയുന്നു, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ദൈവം നിങ്ങൾക്ക് തന്ന സൗമ്യതയിൽ കുറച്ച് മറ്റുള്ളവർക്കും നൽകൂ. ആരോടും വെറുപ്പ് കാണിക്കരുത്. ലോകം മനുഷ്യരോട് വെറുപ്പ് കാണിക്കുന്നുണ്ട്. സാത്താൻ മനുഷ്യരോട് വെറുപ്പ് കാണിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് ആശ്വാസം നൽകൂ. നിങ്ങളൊരൽപ്പം ആശ്വസിക്കൂ. നിങ്ങളോട് വെറുപ്പ് കാട്ടരുത്. ആമേൻ. ദൈവം ദിവസവും രാവിലെ ദയ കാണിക്കുന്നു. അതിനാൽ നാമും മറ്റുള്ളവരോട് ദയ കാണിക്കണം. എല്ലാറ്റിനുമുപരി നിങ്ങൾ സ്നേഹത്തോടെ പെരുമാറിയാൽ ഇനി വരാനുള്ള ജീവിതകാലത്ത് ആ സ്നേഹം നമുക്കൊരു സംരക്ഷണമാകും. അതൊരു കവചമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. സാത്താനെ നമ്മുടെ പുറകിൽ നിന്ന് മാറ്റണമെങ്കിൽ സ്നേഹത്തിൽ നാം കൂടുതൽ ഉന്മേഷത്തോടെ നടക്കേണ്ടതായി വരും. പക്ഷേ ജനങ്ങളോട് ഹൃദയത്തിൽ ക്ഷമിക്കാനാവായ്മയുള്ളപ്പോൾ അതേസമയം അവരെ സ്നേഹിക്കാനാവില്ല. പിതാവേ, യേശുവിൻ്റെ അതേ മനോഭാവം ഞങ്ങൾക്കുണ്ടാവണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എനിക്കൊരു നല്ല മനോഭാവം ഉണ്ടാവണം. എന്നെ സഹായിക്കണേ. നാളെ ക്ഷീണിച്ചിരിക്കുമ്പോഴും ഒരു നല്ല മനോഭാവത്തോടെ ജനങ്ങളെ സഹായിക്കാൻ എന്നെ കടാക്ഷിക്കണേ. കോൺഫറൻസിൽ വന്നപ്പോഴുണ്ടായിരുന്ന അതേ മനോഭാവം തരണേ. പിതാവേ, ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന അങ്ങയെ കർത്താവും രക്ഷിതാവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് അവരുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങയെ ക്ഷണിച്ച് പാപങ്ങൾ ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നവരോടൊത്തുണ്ടാവേണമേ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. യേശുവേ, ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു. എൻ്റെ ജീവിത രീതിയെക്കുറിച്ച് പരിതപിക്കുന്നു. അങ്ങയോട് ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നു. അങ്ങയെ ഞാൻ സ്വീകരിക്കുന്നു. യേശുവേ, എൻ്റെ ജീവിതത്തിൽ അങ്ങ് ഉണ്ടാവണം. എൻ്റെ ജീവിതം അങ്ങേക്ക് സമർപ്പിക്കുന്നു. എന്നെ അതേപടി സ്വീകരിക്കണമേ. എന്നിട്ട് അങ്ങയുടെ ഇഷ്ടം പോലെ എന്നെ മാറ്റണമേ. ആമേൻ. ജോയ് സി മേയർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം സംപ്രേഷണം ചെയ്യാൻ സാധ്യമാക്കിയത്.